പന്ന പരനാറിയാണ് ആ സ്വർണ്ണ കച്ചവടക്കാരൻ ബോബി ചെമ്മണ്ണൂർ. ഇവന്റെ ഒന്നും കരണക്കുറ്റിക്ക് രണ്ട് കൊടുക്കാൻ ആളില്ലാതെയായിപ്പോയി. ഇവനൊക്കെ ഈ കാണിക്കുന്നത് പണത്തിന്റെ അഹങ്കാരമല്ലാതെ മറ്റൊന്നുമല്ല. ഇവൻ വെറും പ്രാകൃതനും കാടനുമാണ് ഈ പരനാറി. ഇവൻ ഈ പരനാറി ആലപ്പുഴയിലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്നേ ഇവനെ തല്ലി പഞ്ഞിക്കിട്ടേനെ. ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ അറഞ്ചം പുറഞ്ചം വാരി അലക്കുകയാണ് മുൻ മന്ത്രിയും CPM നേതാവുമായ ജി സുധാകരൻ. ബോബി ചെമ്മണ്ണൂരിനെ പരനാറി എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹമാകട്ടെ ഇതുപോലുള്ള വൃത്തികേട് നടക്കുന്ന കേരളം ഒന്നാമതാണെന്ന് ആരാണ് പറഞ്ഞതെന്നും ചോദിക്കുകയാണ്. കായംകുളം MSM കോളേജ് സംഘടിപ്പിച്ച പുസ്തക പ്രകാശനം നിർവഹിച്ചതിന് പിന്നാലെയാണ് ബോച്ചയ്ക്കെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനം നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ബോബി ചെമ്മണ്ണൂരിന് ഒറ്റ സംസ്കാരമേ ഉള്ളൂ, അത് ലൈംഗിക സംസ്കാരമാണ്. പണത്തിന്റെ അഹങ്കാരം കൊണ്ട് എന്തും ചെയ്യാം എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വിചാരം. വെറും പ്രാകൃതനും കാടനുമാണ് അവൻ. അയാളുടെ കരണക്കുറ്റിക്ക് അടികൊടുക്കാൻ കേരളത്തിൽ ആരും ഇല്ലാതെയായിപ്പോയി. ആലപ്പുഴയിലായിരുന്നെങ്കിൽ തങ്ങൾ തല്ലിയേനെ എന്നത് ഉറപ്പാണ്. എന്തായിരുന്നാലും ഒരു നടി കേസ് കൊടുത്തു, പോലീസ് നടപടിയെടുത്തു. പോലീസ് നേരത്തെ തന്നെ സ്വമേധയാ നടപടി എടുക്കേണ്ടതായിരുന്നു, അതുണ്ടായില്ല. അതിനെതിരെ ആരും ശബ്ദിച്ചുമില്ല. പല സ്ത്രീകളെയും ഇയാൾ അപമാനിച്ചിട്ടുണ്ട്. എല്ലാത്തിലും മുമ്പിലാണെന്ന് പറയുന്ന കേരളത്തിൽ ഇതുപോലുള്ള വൃത്തികേടിലും മുമ്പിലാണ്. എന്നിട്ടാണ് നമ്മൾ എല്ലാത്തിലും മുമ്പിലാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നത്. ആര് പറഞ്ഞു നമ്മൾ ഒന്നാമതാണെന്ന്? പൊങ്ങച്ചം പറച്ചിലും പൊള്ളവാചകവും ലോക ചരിത്രത്തിൽ ഇടം പിടിക്കില്ല. ആ ദിവസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നാണ് സുധാകരന്റെ വാക്കുകൾ. ഇതിനിടെ തനിക്കെതിരെയുള്ള ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതിൽ മുഖ്യമന്ത്രിക്കും കേരള പോലീസിനും നന്ദി പറഞ്ഞിരിക്കുകയാണ് നടി ഹണി റോസ്. പോരാട്ടത്തിൽ തനിക്കൊപ്പം നിന്നവർക്കും നടി നന്ദി അറിയിക്കാൻ മറന്നിട്ടില്ല. ഫേസ്ബുക്കിലൂടെയായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം. ഹണി റോസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ഒരു വ്യക്തിയെ കൊന്നുകളയാൻ കത്തിയും തോക്കും ഒന്നും വേണ്ട ഇക്കാലത്ത്. ഒരു കൂട്ടം സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്നുള്ള നീചവും ക്രൂരവുമായ അസഭ്യ അശ്ലീല ദ്വയാർത്ഥ കമന്റുകളും പ്ലാൻഡ് ക്യാമ്പയിനും മതി. സമൂഹ മാധ്യമ ഗുണ്ടായുസത്തിന് നേതാവുണ്ടെങ്കിൽ മൂർച്ച കൂടും. പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന പൗരന്റെ അവകാശവും സംരക്ഷണവും തേടിയുള്ള എന്റെ പോരാട്ടത്തിനൊപ്പം നിന്ന് ശക്തമായ ഉറപ്പ് നൽകി നടപടിയെടുത്ത കേരള സർക്കാരിനെ നയിക്കുന്ന ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിനും കേരള പോലീസിനും ഞാനും എന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ലോ ആൻഡ് ഓർഡർ ADGP ശ്രീ മനോജ് എബ്രഹാം സാർ, എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ പുട്ട വിമലാദിത്യ IPS സാർ, DCP ശ്രീ അശ്വതി G IPS മാഡം, സെൻട്രൽ പോലീസ് സ്റ്റേഷൻ SP ശ്രീ ജയകുമാർ സാർ, സെൻട്രൽ പോലീസ് സ്റ്റേഷൻ SHO ശ്രീ അനീഷ് ജോയ് സാർ, ബഹുമാനപ്പെട്ട മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ കൂടെ നിന്ന ബഹുമാനപ്പെട്ട നേതാക്കൾ, പൂർണ്ണ പിന്തുണ നൽകിയ മാധ്യമ പ്രവർത്തകർ, സുഹൃത്തുക്കൾ, എന്നെ സ്നേഹിക്കുന്നവർ, എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി എന്നാണ് ഹണി റോസ് കുറിച്ചത്. വളരെയധികം ആശ്വാസം നൽകുന്ന വാർത്തയാണിതെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ കസ്റ്റഡി വാർത്തയോടുള്ള ഹണി റോസിന്റെ പ്രതികരണം. അടുത്തിടെ അയാൾ പങ്കെടുത്ത ഒരു അഭിമുഖത്തിൽ എന്റെ പേരെടുത്തു പറഞ്ഞ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തി, കൈകൾ കൊണ്ട് സഭ്യമല്ലാത്ത ആക്ഷനുകൾ കാണിച്ചു. ഇതിനൊക്കെ പുറമെ ഭയങ്കര മോശമായ അഭിപ്രായ പ്രകടനങ്ങളും എന്നെക്കുറിച്ച് അയാൾ നടത്തി. മേലാൽ എനിക്കെതിരെ അധിക്ഷേപങ്ങൾ നടത്തരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടും ഓരോ ദിവസവും ലൈംഗിക ചുവയുള്ള പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും ബോബി ചെമ്മണ്ണൂർ കൂടുതലാക്കുകയാണ് ചെയ്തത്. തനിക്ക് ഭയമില്ല എന്നുള്ള രീതിയിൽ അയാൾ ഈ പ്രവൃത്തി തുടരുമ്പോൾ അത് ഞാനെന്ന വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചല്ലെന്ന് ബോധ്യമായി. മൊത്തം സ്ത്രീ സമൂഹത്തോടുള്ള അയാളുടെ കാഴ്ചപ്പാടാണ് ഇത്തരത്തിൽ വെളിപ്പെട്ടതെന്നാണ് ഹണി റോസ് പറഞ്ഞത്. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. നടിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു കേസെടുത്തത്. സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തുക, അത്തരം പരാമർശങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുക എന്നീ കുറ്റകൃത്യങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.